ഇസ്രയേലിനെ ഭയന്ന മൊസ്തബ ഖമേനി പിതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങിന് വരില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചവർ കണ്ണു തുറന്നു കാണുക. ജൂതന്റെ ബോംബുകളെ ഭയന്ന തുരങ്കങ്ങളിൽ ഒളിക്കാനോ അമേരിക്കയെ ഭയന്നോടാനോ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പോരാളികൾ തയ്യാറല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ആ കൂറ്റൻ വിലാപയാത്രയിലേക്ക് ഒടുവിൽ അദ്ദേഹം എത്തി. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭീഷണികളെ വകവയ്ക്കാതെ അതിഗംഭീരമായിട്ടുള്ള സൈനിക അകമ്പടിയോടെയുള്ള ആ വരവ് കണ്ട് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് പോലും ചൊറിഞ്ഞു കയറി. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഗംഭീരമായിട്ടുള്ള വരവ് കണ്ട് ലോകം മുഴുവൻ ഇപ്പോൾ ചിരി ഒതുക്കാൻ പാടുപെടുകയാണ് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ. എന്തുകൊണ്ടാണ് ലോകം ചിരിക്കുന്നത് എന്നല്ലേ? അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങിലേക്ക് വൻ സൈനിക അകമ്പടിയോടെ യാതൊരു ഗൗരവവും വിടാത്ത മുഖഭാവവുമായി ഉദ്യോഗസ്ഥർ മാർച്ച് ചെയ്ത് കൊണ്ടുവന്നത് സാക്ഷാൽ മൊജ്തബ ഖമേനി അല്ല. പകരം അദ്ദേഹത്തിന്റെ ഒരു കാർഡ്ബോർഡ് കട്ടൗട്ടാണ്. ആമസോണിൽ നിന്ന് ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒക്കെ വരുമ്പോൾ കിട്ടുന്ന പഴയ കാർഡ്ബോർഡ് പെട്ടി വെട്ടിയെടുത്തിട്ട് അതിലൊരു തലയെ ഒട്ടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് ധീരന്മാരായിട്ടുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഗാർഡ്സ്. കുറഞ്ഞ പക്ഷം ആ പെട്ടിയുടെ നടുക്കുള്ള മടക്കുകളെങ്കിലും ഒന്ന് പെയിന്റ് അടിച്ച് മറയ്ക്കാമായിരുന്നു. എന്തായാലും ഒരു കട്ടൗട്ട് ഉണ്ടാക്കുന്നു എങ്കിൽ അതൊന്നും മനുഷ്യന്റെ ഷേപ്പിൽ വൃത്തിക്കും മെനയ്ക്കും വെട്ടിയെടുത്ത് പെയിന്റ് അടിക്കാനുള്ള സാമ്പത്തികം പോലും ഇറാൻ ഇല്ലേ എന്ന് ചോദിച്ചു പോകും ഈ കോമാളിത്തം കണ്ടു കഴിഞ്ഞാൽ. യുദ്ധത്തിൽ നേതാക്കൾ കൊല്ലപ്പെട്ടോ അതോ ഒളിവിലാണോ എന്ന് ചോദിക്കുന്നവർക്ക് മുന്നിൽ സധൈര്യം ഒരു കാർഡ്ബോർഡ് പെട്ടി ഇറക്കി ലോകത്തെ മുഴുവൻ കാണിച്ച ഇറാന്റെ ആത്മവിശ്വാസത്തെ സമ്മതിച്ചു കൊടുക്കാതെ വയ്യ. ഇങ്ങനെ കട്ടൗട്ട് വെച്ച ആളുകളെ പറ്റിക്കാനാണെങ്കിൽ അലി ഖമേനി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഇതുപോലൊരു മറ്റൊരു കാർഡ്ബോർഡ് കാണിച്ചാൽ പോരായിരുന്നു. ഈ കാർഡ്ബോർഡ് ഘോഷയാത്രയും കരയുന്ന ജനങ്ങളെയൊക്കെ കണ്ടിട്ടായിരിക്കണം ഡൊണാൾഡ് ട്രംപിന് വല്ലാത്ത ചൊറിച്ചിൽ അനുഭവപ്പെട്ടു. മൂപ്പിലൻ തന്റെ സ്ഥിരം ശൈലിയിൽ ഒരു ഡയലോഗ് അങ്ങ് കാച്ചി. ഡയലോഗാണല്ലോ പുള്ളിയുടെ മെയിൻ. ചടങ്ങിൽ പങ്കെടുക്കുന്ന നേതാക്കളെല്ലാം ഒരൊറ്റ വെടിക്ക് തങ്ങൾക്ക് തീർക്കാൻ കഴിയും, തങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ ചെയ്താൽ പിന്നെ ചർച്ച ചെയ്യാൻ ആരും ഉണ്ടാകില്ലല്ലോ എന്നായിരുന്നു ട്രംപിന്റെ പരിഹാസം. പോരാത്തതിന് ഖമേനിയുടെ മരണത്തിൽ വിലപിക്കുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ കരച്ചിൽ വെറും വ്യാജ കണ്ണീരാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ ഈ പരിഹാസം കേട്ട് ഇറാൻ ഭരണകൂടം അർമേനിയയിലെ തങ്ങളുടെ എംബസി വഴി എക്സിൽ ഒരു കവിത കുറിച്ചുകൊണ്ടായിരുന്നു തടിയൂരിയത്. ആളുകളെ കൊന്നേക്കാം, പക്ഷേ ആദർശങ്ങളെ ഇല്ലാതാക്കാനാകില്ലെന്നും ഖമേനിയെ കൊലപ്പെടുത്തിയതിലൂടെ അമേരിക്ക യഥാർത്ഥത്തിൽ ഒരു സുഗന്ധദ്രവ്യത്തിന്റെ കുപ്പിയാണ് പൊട്ടിച്ചതെന്നും അതിന്റെ സുഗന്ധം ഇപ്പോൾ എല്ലായിടത്തും പടർന്നിരിക്കുന്നു എന്നുമൊക്കെയുള്ള ഇറാന്റെ കാവ്യാത്മകമായിട്ടുള്ള ഒരു മറുപടിയാണ് പിന്നീട് വന്നത്. കൊല്ലാം പക്ഷേ തോൽപ്പിക്കാനാകില്ല എന്നൊക്കെ നമ്മുടെ സഖാക്കൾ പറയാറുണ്ടല്ലോ, അതുപോലെ ഒരു ലൈനിലുള്ള മറുപടി. അമേരിക്കയ്ക്ക് സംസ്കാരമോ ചരിത്രമോ ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊന്നും മനസ്സിലാകാത്തതെന്നും അവർ എക്സിൽ കുറിച്ചു. പേർഷ്യൻ സംസ്കാരത്തെ മുച്ചൂടും മുടിപ്പിച്ച് അടിച്ചമർത്തി ഇല്ലാതാക്കി മതമൗലികവാദം വളർത്തിയ ടീംസ് തന്നെ സംസ്കാരത്തെ പറ്റി അമേരിക്കയ്ക്ക് ക്ലാസ് എടുക്കണം. 2-3 ദിവസങ്ങളിലായി നടക്കുന്ന വിടവാങ്ങൽ ചടങ്ങുകളിൽ 1.5 കോടിയോളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കറുത്ത വസ്ത്രം ധരിച്ച ജനലക്ഷങ്ങൾ അമേരിക്കയ്ക്ക് മരണം എന്ന് അലറി വിളിക്കുകയും ട്രംപിനെ വധിക്കണമെന്നാവശ്യപ്പെടുന്ന പ്ലക്കാർഡുകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ജനങ്ങൾ തെരുവിൽ പ്രതികാരത്തിനായി ദാഹിക്കുമ്പോഴും ശത്രുവിന്റെ പരിഹാസത്തിന് മുന്നിൽ വെറുമൊരു പെർഫ്യൂം കുപ്പിയുടെ കഥയും കവിതയൊക്കെ പറഞ്ഞു നിൽക്കേണ്ട ഗതികേടിലാണ് ഇറാനിലെ ഭരണകൂടം എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഒന്ന് ആലോചിച്ച് നോക്കണം. യുദ്ധത്തിന്റെ ആദ്യ ദിവസം പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു. പിന്നീട് IRGC തലവൻ ലാരിജാനി കൊല്ലപ്പെട്ടു. പിന്നീട് ഒട്ടനേകം നേതൃസ്ഥാനത്തുള്ളവർ കൊല്ലപ്പെട്ടു. മൊജ്തബ ഖമേനി ജീവനോടെ ഇരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കാർഡ്ബോർഡ് ഘോഷയാത്ര. അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ ഏത് നേതാവിനെയാണ് ഇറാന് വധിക്കാൻ സാധിച്ചത്? ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കുറെ നാൾ ആശ്വസിച്ചു. ഒടുവിൽ അത് പൊളിഞ്ഞു. ഈ ജൂത കാലമാടന് ചാക്കാലയുമില്ലേ എന്ന് സുഡാപ്പികളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും ഇറാനെതിരെ പണിയാൻ സുസജ്ജമായി തന്നെ നിൽക്കുന്നുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെ കുറച്ച് സൈനിക ബേസുകൾ ആക്രമിക്കാൻ പറ്റി എന്നത് മാത്രമാണ് ഇറാന്റെ ആശ്വാസം. ആ സമയത്ത് ഇതുപോലെ കവിതയൊക്കെ പാടി നാണക്കേട് മറയ്ക്കാമെന്നതല്ലാതെ മറ്റൊരു കാര്യവുമില്ല. എന്നാലും ഇറാൻ ഒരു മരണവീടാണ്. കുറച്ചൊക്കെ നയതന്ത്ര മാന്യത ട്രംപ് കാണിക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് നമ്മുടെയും അഭിപ്രായം. കുടുംബം അടക്കം പടിഞ്ഞ് മണ്ണിനടിയിലാക്കിയല്ലോ, അപ്പോൾ അത് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. പക്ഷെ സ്വയം പരിഹാസ്യരാകാൻ വേണ്ടി ഇറാൻ തന്നെ തീരുമാനിച്ച സ്ഥിതിക്ക് പിന്നെ ട്രംപിനെ കുറ്റം പറയാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക്